ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ക്രിയാറ്റിനും ഒന്നാണെന്നുള്ളത്. ഇത് രണ്ടും രണ്ട് പദാർത്ഥങ്ങളാണ്. ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യമാണ്, അഥവാ ഉപകാരപ്രദമായ ഒരു പദാർത്ഥമാണ്. ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഒരു മാലിന്യമാണ്, ശരീരത്തിലുണ്ടാകുന്ന മാലിന്യമാണ്. സാധാരണ രീതിയിൽ ക്രിയാറ്റിൻ പുറത്തേക്ക് തള്ളപ്പെടുന്നത് വൃക്കകൾ വഴിക്കാണ്. ക്രിയാറ്റിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം വൃക്കകൾക്ക് അതിനെ പുറത്തേക്ക് തള്ളാൻ കഴിയാതെ വരുന്നു. അത് ലൈംഗിക ശേഷിക്കുറവിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോകാറുണ്ട്. എന്നാൽ ക്രിയാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ കരളിലും അതുപോലെ തന്നെ വൃക്കകളിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അതായത് ഊർജമുണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ്. അത് ആഹാര പദാർത്ഥങ്ങളിൽ നിന്നും ലഭിക്കാറുണ്ട്. അതുകൊണ്ട് ഈ പദാർത്ഥങ്ങളെ തെറ്റിദ്ധരിക്കരുത്. എപ്പോൾ ക്രിയാറ്റിനിൻ കൂടുകയാണോ അപ്പോൾ അത് പരിശോധിച്ച് കണ്ടുപിടിച്ച് വൃക്കരോഗത്തിനുള്ള ചികിത്സ നൽകണം. ക്രിയാറ്റിൻ നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ വഴിക്ക് ഉള്ളിലേക്ക് എടുക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. അത് ലൈംഗിക ശേഷിക്കുറവിനെന്നല്ല, ജനറലായിട്ടുള്ള പൊതുവെയുള്ള ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാൻ ഉതകുക തന്നെ ചെയ്യും.